ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, തീരാവേദനകൾ, വ്യാധികളൊക്കെ നമ്മുടെ ജീവിതത്തെ കലുഷിതമാക്കുമ്പോൾ ദൈവം എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെയും ഇവിടെയും ഓടി നടക്കുമ്പോൾ, ഓർക്കുക പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ സന്ധ്യ നമസ്കാരങ്ങളിൽ, അതിരാവിലെയുള്ള വിശുദ്ധ ബലികളിൽ സ്വസ്ഥമായിട്ട് നമ്മുടെ ദൈവം നിനക്കായി എനിക്കായി കൂട്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടി കൂട്ടായും ഉറങ്ങുന്നവനായും ഉറക്കം നടിക്കുന്നവനായും ദൈവമുള്ളപ്പോൾ എന്തേ ഈ ദൈവത്തെ വിളിക്കാതെ ഈ ദൈവത്തെ തിരക്കി പലയിടങ്ങളിലേക്ക് പരക്കം പായുന്നു? അനുഭവിച്ചറിയാൻ ദൈവസങ്കേതങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ കേട്ടറിയുന്ന, നാട്ടുകാർ പറയുന്ന തിന്മകളുടെ ലോകത്തിലേക്ക്, എളുപ്പവഴികളിലേക്ക്, കുറോത്രങ്ങളിലേക്ക്, മന്ത്രവാദങ്ങളിലേക്ക് എന്തേ നിന്റെ തല കടന്നു പോകുന്നു? മടങ്ങി വരണം, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് പറഞ്ഞവന്റെ തിരുസന്നിധിയിൽ നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചാല്, അന്ത്യപ്രാർത്ഥനയിലും ഉത്തരം ലഭിക്കാതിരുന്നപ്പോൾ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന നല്ല തമ്പുരാൻ ഒരു 24 വയസ്സുള്ള ബാബുവിന്റെ രൂപത്തില് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. ഇടവിട്ടിടവിട്ട് പനിയുള്ളപ്പോൾ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ ചെല്ലും. പാരസെറ്റമോൾ 500 കഴിച്ചു, പനി കുറയുന്നില്ല. അതിൽ കൂടിയത് 650 വാങ്ങി വിഴുങ്ങി, പനി മാറി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു, വീണ്ടും വാങ്ങി കഴിച്ചു. അങ്ങനെ 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 മാസങ്ങൾ 2, 3, 4 പിന്നിട്ടപ്പോൾ ബോധരഹിതനായി പനി പിടിച്ചു വീണവനെ ആശുപത്രിയിൽ നാട്ടുകാർ കൊണ്ടുചെന്നപ്പോൾ, കാരണം അവൻ ബോംബെയിലായിരുന്നു, നാട്ടുകാർ കൊണ്ടുചെന്നപ്പോൾ പെട്ടെന്ന് നടത്തിയ ടെസ്റ്റുകൾക്കൊക്കെയും ഒരുത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ. 4ാം സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ബ്ലഡ് ക്യാൻസർ. ഉടനെ നാട്ടിലേക്ക് കൊണ്ടുപോക്കോ, അവസാനമായിട്ട് വീട്ടുകാരൊന്ന് കണ്ടോട്ടെ. നാട്ടിൽ കൊണ്ടുവന്നു. അങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റിനാക്കി. അവരും എഴുതി, സമയമായി, ഒന്നും ചെയ്യാനില്ല. ഈ അവസരത്തിലാണ് ഇടയ്ക്കിടെ ആശുപത്രി സന്ദർശനത്തിന് കടന്നു പോകുന്ന ഒരു അവസരത്തില് അവിടുത്തെ സിസ്റ്റേഴ്സ് പറയുക, അച്ഛാ, ഇവിടെ ഒരു പയ്യനുണ്ട്, ഒന്ന് കാണണം. ചെന്നു അവന്റെ ബെഡിലേക്ക്, ഇല്ല. തൊട്ടപ്പുറത്തൊരു വൃദ്ധൻ വായിൽ ക്യാൻസർ വന്ന് കിടക്കുന്നുണ്ട്, സിഗരറ്റ് വലിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്. വലിച്ചു വലിച്ചു നിക്കോട്ടിൻ അടിഞ്ഞ് മോണ പഴുത്ത് അവസാനം അത് വായ്പുണ്ണായിട്ടും വായിലെ ക്യാൻസറൊക്കെ ആയിട്ട് മാറിയിട്ട് കിടക്കുന്ന ഒരുത്തൻ. നിരന്ന് ഓരോ രീതിയിലുള്ള ക്യാൻസർ പേഷ്യൻസ് കിടക്കുന്നിടത്ത് ഓരോരുത്തരിടത്ത് ഇവൻ ഓടി നടന്ന് വർത്തമാനം പറയാം. ഇനി എനിക്ക് വർത്തമാനം പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ? എല്ലാവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, എല്ലാം മാറും, ഒരു പേടിയും വേണ്ട. ഇതാണ് അവന്റെ പണി. ബ്ലഡ് ക്യാൻസർ വന്ന ആയുസ്സിന് നീളം വീതിയും ഒക്കെ കുറച്ചു വെച്ച് ദൈവം, വൈദ്യൻ എല്ലാവരും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്ന പണി ഇതാണ്. എല്ലാവരുടെയും സന്തോഷത്തോടെ ഓടി നടന്ന് എല്ലാ രോഗികളെയും ആശ്വസിപ്പിക്കുക. അവരെ വിളിച്ചിരുത്തി കുറച്ചുനേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കയ്യിൽ വെച്ചൊന്ന്, തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. ഡിസംബർ 30-ാം തീയതി എനിക്ക് പട്ടം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നടക്കുന്നത് ഡിസംബർ 3-ാം തീയതിയും 5-ാം തീയതി 7-ാം തീയതിയും ഒക്കെയുള്ള കാലഘട്ടത്തിലാണ്. പിന്നീട് ഞാൻ 7-ാം തീയതി, ജനുവരി മാസം 7-ാം തീയതിയിൽ ആണ് എനിക്ക് വാർത്ത കിട്ടുന്നത്, ബാബുട്ടൻ മരിച്ചു. അന്ന് പാലക്കാട് ഒരു കുർബാനയ്ക്ക് എനിക്ക് പോകേണ്ടതുണ്ടായതുകൊണ്ട്, ആന്റിയുടെ അടുത്ത് ഒന്ന് പോകേണ്ടതുണ്ടായതുകൊണ്ട് അവന്റെ ശവടുപ്പിന് പോകാനായിട്ട് പറ്റിയില്ല. ഒത്തിരി ഫ്രണ്ട്സ്, നല്ല അടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അത്രയും നല്ലൊരു അടുപ്പുണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് ദൈവം അനുവദിച്ചു. അവന്റെ നല്ല സ്വഭാവം കൊണ്ടായിരിക്കാം.
എന്തായാലും മരിച്ചു വാർത്ത കേട്ടതിന് ശേഷം പിന്നീട് ഒരവസരത്തിൽ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അവന്റെ ഡയറി എടുത്തു കൊണ്ടുവന്നു. ആ ഡയറിയില് അവനിങ്ങനെ അവന്റെ ചെറുപ്പകാലം മുതലുള്ള കുറേ എഴുത്തുകളുണ്ട്. അതില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അവന്റെ ആദ്യ കുർബാന സ്വീകരണ വേളയിൽ അച്ഛനും സിസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതാൻ എന്തായാലും ഞാൻ ഈശോയെ ഞാൻ ഇങ്ങനെ എഴുതി കുറിച്ച് വെക്കുന്നുട്ടോ, എന്നെ ഒരു ഐസ്ക്രീമാക്കി മാറ്റണം, എന്നെ ഒരു ഐസ്ക്രീമാക്കി മാറ്റണം. കാരണം എന്താണെന്നറിയോ? ഐസ്ക്രീമിന് 2 ഗുണങ്ങളാണ് ഉള്ളത്. തിന്മ സ്വീറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. അതുപോലെ എന്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ഞാനിങ്ങനെ ശാന്തത കൊടുക്കാനും അനുഗ്രഹം കൊടുക്കാനും അവർക്ക് സന്തോഷം കൊടുക്കാനും എനിക്ക് പറ്റണം. വേറെ ഒന്നും നിന്റെ അടുത്തൊന്നും മേടിക്കണില്ല. നീ എന്റെ ഹൃദയത്തിൽ വന്നാൽ അന്ന് തുടങ്ങി എനിക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണം ഇത് മാത്രം. അവന്റെ കത്ത് ഇങ്ങനെ ഡയറി 1, 2, 3 ഡയറികളൊക്കെ ഉണ്ട്. 3ാമത്തെ ഡയറിയിലേക്ക് അവന്റെ അസുഖം ഞാൻ കണ്ടുമുട്ടിയ നാളോട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അതിൽ വായിച്ചപ്പോ ഇങ്ങനെ പറയും, ഓ എന്തൊരു വേദനയാണ്. അപ്പനമ്മ എനിക്ക് തൊര്യം തരണില്ല, ചുറ്റും കാവലിരിക്കുക, ഒന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല. വേദന പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവര് കരയും. അതുകൊണ്ട് ഈശോയെ ഈ വേദന അവരറിയാണ്ട് സഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ വേദന എടുക്കുന്നത് അവരാരും അറിയരുത്. കാര്യം ഞാൻ എന്റെ കൈമ ചൊറിഞ്ഞു മാന്തും അതിൽ കൂടെ ചോര വരുന്നുണ്ട്. സാരില്ല, നഖത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. മൂക്കിൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞ് കൈയിട്ടിങ്ങ് എടുക്കുമ്പോൾ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് ചോര വരുന്നുണ്ട്. വേദന, പെടയുന്ന വേദന. പക്ഷെ എനിക്ക് അവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. എനിക്ക് അവരെ സങ്കടപ്പെടുത്തിയിട്ട് പോകണ്ട. എനിക്ക് അവരെ സന്തോഷിപ്പിച്ച് തന്നെ അവർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് പോകണം. അവരുടെ അനുഗ്രഹമായിരുന്നു ഞാൻ. വേദന മുഴുവൻ സ്വയം കടിച്ചമർത്തി തിന്നിട്ട് ചുറ്റുപാടുമുള്ളവരെ ആശ്വസിപ്പിച്ച് നടന്ന ഒരു മകൻ നമ്മള് ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം. മുറിയപ്പെടുന്ന സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം. ഈ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായിട്ട് കുരിശിൽ കിടന്നവൻ, കുരിശ് എപ്പോഴും അനുഗ്രഹത്തിന്റെ കുരിശ്. കുരിശിൽ കിടന്നവൻ ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, തന്നെ ദ്രോഹിച്ചവരോട് നേരെ നോക്കിയിട്ട് ദൈവത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ത് മാത്രമുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കരുത്ത് കിട്ടട്ടെ എന്ന് തിരുവചനത്തിൽ പറഞ്ഞില്ലേ? ദൈവസ്നേഹത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് യേശുനാഥന്റെ കണ്ണുകള് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിലേക്ക് എത്തുന്നിടത്തോളം പോകുന്ന കരുത്താണത്. അത്രമാത്രം ഉയരമുള്ളതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഈ കുരിശില് കൽവരിക്കുന്നില് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ കിടക്കുന്ന ഒരു നഗ്നപാതനായിട്ട് അല്ലെങ്കിൽ ആണികളാൽ തുളയ്ക്കപ്പെട്ടവനായിട്ട് കിടക്കുന്നിടത്ത് ഒതുങ്ങിത്തീരുന്നതല്ല ദൈവസ്നേഹം. അതിനപ്പുറത്തേക്ക് ഈ കണ്ണിൽ നിന്ന് ദൈവത്തിലേക്ക് എത്തുന്നൊരു വലിയൊരു കാഴ്ചപ്പാട്. ഇവരോട് ക്ഷമിക്കണം, ഇവരെന്ത് ചെയ്യുന്നെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉയരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹത്തിന്റെ ഉയരം. അത് കഴിഞ്ഞിട്ട് മണിക്കൂർ അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ചത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് അവന്റെ പാർശ്വത്തിൽ ഒരു കുത്തം കൊത്തിയില്ലേ? പാഷൻ ഓഫ് ക്രൈസ്റ്റില് അത് കഴിയുമ്പോ നമ്മൾ കാണുന്നുണ്ട് പൊട്ടിയൊലിക്കുന്ന ഈ കുന്തത്താൽ പിളർക്കപ്പെട്ട നെഞ്ചകത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും വെള്ളവും മഴയോട് കലർന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അങ്ങ് ദൂരെ പാതാളത്തിലേക്ക് എത്തുമ്പോ അവിടെ നിന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് നിത്യനരകാഗ്നിയിൽ പതിച്ചവരിൽ നിന്ന് ദൈവം കൈപിടിച്ചുയർത്തുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അടങ്ങാത്ത ദാഹം എനിക്ക് വേണ്ടി ദാഹിക്കുന്നുവെന്ന് കുരിശിൽ കിടന്ന് പറഞ്ഞവന്റെ തീരാത്ത ദാഹം, നശിച്ചുപോയ ആത്മാക്കളെ കൂടി നേടിയെടുക്കുവാൻ പാതാളത്തിലേക്ക് ഇറങ്ങിയ ദൈവസ്നേഹത്തിന്റെ ആഴം. ഇതാണ് ദൈവസ്നേഹത്തിന്റെ ഉയരവും ദൈവസ്നേഹത്തിന്റെ ആഴവും. ഈ ലംബമായി നിൽക്കുന്ന ഈ രേഖയ്ക്ക് മുകളിലേക്ക് ഒരു ചിഹ്നം എപ്പോഴും താഴേക്ക് എന്തോരം പോന്നാലും നമുക്ക് വരച്ചാൽ നീളം കിട്ടും അല്ലേ? കുരിശ് വരച്ചാൽ അങ്ങനെയല്ലേ? എന്തോരം വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോവാം. ദൈവത്തോളം നീളും
പാതാളത്തോളം താഴും ദൈവസ്നേഹത്തിന്റെ നീളവും, ദൈവസ്നേഹത്തിന്റെ ഉയരവും ആഴവും. ഇനി ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും കണ്ടില്ലേ? ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും. വിരിച്ചിട്ട കരങ്ങള് എങ്ങും അവസാനിക്കാതെ നീളുകയാണ് ദൈവത്തോളം ചുറ്റുമുള്ളവരിലേക്ക്. പഴയ നിയമത്തില് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ദൈവപുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് തരിക. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന ആദത്തിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെ? സഹോദരനെ തല്ലിക്കൊന്ന യാക്കോബിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, കയേൻ നിന്റെ സഹോദരൻ എവിടെ? ദൈവത്തിലേക്ക് ഉയരുന്ന കണ്ണുകളോടെ താഴെ നിന്ന് തന്നെ ക്രൂശിച്ചവരിലേക്ക് നോക്കിയിട്ട് ഇവരോട് പറക്കണമേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പാതാളത്തിലേക്ക് തന്റെ രക്തച്ചാലുകൾ ഒഴുക്കിയിറക്കി അവരെ കൂടി ദൈവസ്നേഹത്തിലേക്ക് പിടിച്ച് ഉയർത്തുന്ന, ആഴത്തോളം ഉയരത്തോളം പോന്ന ആ സ്നേഹത്തിന് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഒരു ആമേൻ ഉത്തരം പറയുന്നുണ്ടല്ലോ. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആദത്തിനോട് കൊടുത്ത ചോദ്യം നീ എവിടെ എന്നുള്ളതിന് ദാ ഇവിടെ. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നിടത്താണ് എന്റെ ജീവിതം. ഉത്തരം കൊടുക്കാൻ ദൈവം തന്നെ ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇനി നീട്ടിപ്പിടിച്ച കരങ്ങളുമായിട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിൻ എന്ന് പറഞ്ഞ് മാറോട് ചേർക്കാൻ ഇന്നും നീട്ടിപ്പിടിച്ച കരങ്ങളുമായിട്ട് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും എവിടത്തോളം ഉയരുന്നു. അങ്ങ് ദൂരെ ISIS ചേർന്ന് ക്രിസ്ത്യാനികളെ ആട്ടിയോടിക്കുന്ന ഇറാഖിലും, അപ്പുറത്ത് യുദ്ധമേഖലകളില് ജീവൻ മരണ പോരാട്ടം നടത്തുന്നിടങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായിട്ട് ആശുപത്രികളിൽ കിടക്കുന്നവരിലും, അപ്പുറത്ത് മദർ തെരേസമാരായിട്ട് വേദനിച്ച് വിലപിക്കുന്നവർക്ക് ജീവിതം കൊടുക്കുന്നവരുടെ ഇടയിലും ദൈവം തന്റെ നെട്ടിപ്പിടിച്ച കരങ്ങളുമായിട്ട് മാറോടണയ്ക്കാൻ നടക്കുന്നു, ചേർത്ത് പിടിക്കാൻ. ഇതാണ് ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഹൃദിസ്ഥമാക്കുമെങ്കിൽ ദൈവം പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. തൈത്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ശാഖകൾക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നോട് ചേർന്ന് നിൽക്കാത്തവർ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതമായാലും സമർപ്പിത ജീവിതമായാലും പൗരോഹിത്യ ജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും തന്നോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനുമായി അവൻ 12 പേരെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതങ്ങൾക്കുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച്, നിയോഗവും അനുസരിച്ച് നിങ്ങൾ വിശുദ്ധരായി ജീവിക്കുക. വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക എന്ന്. വിളിയും നിയോഗവും അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ, നേരത്തെ മിനി ടീച്ചറുടെ ജീവിതത്തില് പറഞ്ഞവസാനിപ്പിച്ചൊരു കാര്യം വീണ്ടും പറയുകയാണ്. നിന്റെ ആയുസ് അത് ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ളതാണ്. ജനിച്ചപ്പോഴുള്ള വിശുദ്ധിയിൽ നിന്നെ തമ്പുരാൻ തിരിച്ചു വിളിക്കുമ്പോഴും ആയിരിക്കുന്നിടത്താണ് നിന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ ദൗത്യം നീ പൂർത്തിയാക്കുക. അതിന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു കൂടി വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. നശ്വരമായ അപ്പത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനശ്വരമായ ജീവന്റെ അപ്പമാണ് ഇത്, എന്റെ ശരീരം,
ഇത് എന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നീട്ടിവെച്ചു തന്നിരിക്കുന്ന ദിവ്യ കാരുണ്യം. ഹല്ലേലൂയ. ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നമ്മളിവിടെ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ ബലിയും നമുക്ക് നൽകുന്നത് നിത്യജീവൻ നൽകുവാനായി മനുഷ്യപുത്രൻ ഒരുക്കി വച്ചിരിക്കുന്ന അനശ്വരമായ അപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനശ്വരമായ അപ്പം ഒരുക്കി വെച്ചിട്ട് അവൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ പറയും, എന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നതാണ് പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നതാണ് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. സ്വർഗസ്ഥനായ പിതാവ് പോലും ആഗ്രഹിക്കുന്നു നമ്മുടെ അന്ത്യം ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ളതാണ് എന്ന്, ദൈവത്തിൽ ചെന്നു ചേരാൻ മാത്രമുള്ളതാണ് എന്ന്. അതിലേക്കുള്ള കുറുക്കു വഴിയാണ് ഈ സ്നേഹം, ഈ ദിവ്യകാരുണ്യം, ഈ വിശുദ്ധ കുർബാന. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യനാകുന്ന ഒരു ചെറുമ, അവിടെ നിന്ന് ഒരപ്പമാകുന്ന വിനയം, എളിമ. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കാരണം ദൈവം എളിമയുടെ രൂപം കൊണ്ട് അപ്പമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ ദിവ്യകാരുണ്യനാഥൻ ഈ ചന്ദ്രക്കലയിൽ ഇരുന്നു കൊണ്ട്, ഈ തിരുവരുളിക്കയിലിരുന്ന് നമ്മൾ നോക്കിക്കാണാൻ മാത്രമായിട്ട് ആഗ്രഹിക്കുന്നവരല്ല, മറിച്ച് നിത്യജീവന്റെ അപ്പമാകാൻ നമ്മുടെ വിശുദ്ധമായ അധരങ്ങളിലൂടെ, വിശുദ്ധമായ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് അവനു വേണ്ടി നമ്മെ തന്നെ വിശുദ്ധമാക്കുവാനായിട്ട് സമർപ്പിക്കുവാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്നതിന് ഒരിക്കലും മടി കാണിക്കരുത്. ഈ ദിവ്യകാരുണ്യനാഥനെ, നിത്യജീവന്റെ അപ്പത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. എന്ന് മാത്രം വിശുദ്ധി നിനക്കുണ്ടോ, അത്രമാത്രം നീ പൂർണ്ണനാകും, അത്രമാത്രം നിനക്ക് സ്വർഗത്തിലിടം ലഭിക്കും, അത്രമാത്രം നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ നന്മയുണ്ടാകും, അത്രമാത്രം നീ നിന്റെ ജീവിതത്തിന് അനുഗ്രഹദായകനാകും, നിനക്കും നിന്റെ കുടുംബത്തിനും നീ ആയിരിക്കുന്ന സമൂഹത്തിനും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഈ നിത്യജീവന്റെ അപ്പം സ്വന്തമാക്കാനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തില് സ്വന്തമാക്കേണ്ട 2 പുണ്യങ്ങൾ. അത് എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് 3-ാമത്തെ തിരുവചനത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനത്തില്, നിത്യജീവന്റെ അപ്പം നീ സ്വന്തമാക്കുന്നുവെങ്കിൽ, ആ നിത്യജീവന്റെ അപ്പം അനുസരിച്ചുള്ള ജീവിതത്തെ നീ കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കുന്നുവെങ്കിൽ, 3:3 സുഭാഷിതം, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. ദൈവം അധരത്തിലൂടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായി, ഹൃദയത്തെ സക്രാരിയാക്കി, ജീവിതത്തെ തിരുവഴുത്താരയ്ക്ക് സദൃശ്യമായ തിരുവഴുത്താരയുള്ള ബലിവേദിയായി ദൈവ ആലയമാക്കി മാറ്റുമ്പോൾ നമുക്ക് ജീവിക്കാനാകണം വിശ്വസ്തതയും കരുണയും ഉള്ളവരായി. അപ്രകാരം മനുഷ്യരുടെയും ദൈവത്തിന്റെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് ആ തിരുവചനം, ആ ഒരു പാട്ടിന്റെ ഇരടികള് ഒന്നുകൂടി, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മൂർത്ത രൂപമാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് എളിമയുടെ ഭാവം സ്വീകരിക്കാം.
കരുണയും വിശ്വസ്തതയും സ്വന്തമാക്കാം. ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം. ആ ഈരടികൾ നമുക്ക് 2-3 വട്ടം ആവർത്തിച്ച് നമുക്കും എളിമപ്പെടാനും ചെറുതാകാനും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ വേദനകൾ മറ്റുള്ളവരെ അറിയിക്കാതെ ദൈവം മാത്രം അറിയുന്ന അവസരങ്ങളായിട്ട് മാറ്റാനും, ദൈവം തരുന്ന സങ്കടങ്ങളിലും ദൈവസ്നേഹത്തെ അനുഭവിച്ചറിയാനും പരിശ്രമിക്കുകയും ചെയ്യും.